നമസ്കാരം, വെൽക്കം ടു രസതന്ത്ര അക്കാഡമി. ഇന്ന് നമുക്ക് യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 സോളിഡ് സ്റ്റേറ്റ് ആൻഡ് സൊല്യൂഷൻസിൻ്റെ റിവിഷൻ തുടങ്ങാം. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആണ് റിവിഷൻ, നേരത്തെ പറഞ്ഞിരുന്നല്ലോ. സമയമില്ലാത്തതുകൊണ്ടാണ് ഫോക്കസ് ഏരിയ മാത്രം നമ്മൾ റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല. സോളിഡ് സ്റ്റേറ്റ്. സോളിഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: അമോർഫസ് സോളിഡ്സ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അമോർഫസ് എന്ന വാക്കിൻ്റെ അർത്ഥം നോ ഫോം എന്നാണ്. അതുകൊണ്ട് തന്നെ ദേ ഡു നോട്ട് ഹാവ് a regular arrangement of constant particles. അവരിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം. ഇവരുടെ അറേഞ്ച്മെൻറ്റിന് ഒരു റെഗുലാരിറ്റി ഇല്ല, തോന്നിയ പോലെയാണ് അറേഞ്ച്മെൻറ്റ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്, റബ്ബർ എക്സെട്ര, ഗ്ലാസ് അനദർ എക്സാമ്പിൾ. നമുക്ക് ഇവിടുന്ന് ഒരു ചോദ്യം പറയാം: വൈ ഡു ഗ്ലാസ് ഓബ്ജെക്ട്സ് ഫ്രം ഏൻഷ്യൻറ്റ് സിവിലൈസേഷൻസ് ഹാവ് മിൽക്കി അപ്പിയറൻസ്? കേട്ടല്ലോ, ഏൻഷ്യൻ സിവിലൈസേഷൻസ് എന്നുള്ള ഗ്ലാസ് ഒബ്ജക്ട്സിന് എന്തുകൊണ്ടാണ് മിൽക്കി അപ്പിയറൻസ് ഉണ്ടാകുന്നതെന്ന്. ഉത്തരം ഇതാണ്: അമോർഫസ് സോളിഡ്സിനെ നമ്മൾ ഓവർ ടൈം ഒരുപാട് വർഷങ്ങളോളം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്രിസ്റ്റലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ദേ ബിക്കം ക്രിസ്റ്റലൈസ്ഡ്. അപ്പോൾ എവിടെയാണോ ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത് അവിടെയാണ് മിൽക്കി അപ്പിയറൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. ഗ്ലാസ് undergo, not only glass, amorphous solids generally undergo crystallization on heating at some temperature. So this crystallization results in the milky appearance of glass objects from ancient civilization. Another question: glass window panes of old buildings are thicker at the bottom than at the top. Explain the reason. Answer: glass is a pseudo solid. Pseudo means false. Pseudo solid have a tendency to flow at a very slow rate. ഗ്ലാസ്സിന് ഒഴുകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സ്പീഡിൽ ഒഴുകുന്നല്ല, വളരെ ചെറിയ റേറ്റിൽ ഒഴുകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഗ്ലാസ് വിൻഡോ പെയിൻസ് നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ കുറച്ച് തിക്കായിരിക്കും, മുകളിൽ തിന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഗ്ലാസ് വിൻഡോ പെയിൻസ് ഓഫ് ഓൾഡ് ബിൽഡിങ്സ് അപ്പിയർ തിക്കർ അറ്റ് ദി ബോട്ടം ദാൻ അറ്റ് ദി ടോപ്പ് ബിക്കോസ് ഗ്ലാസ് ഇസ് എ സ്യൂഡോ സോളിഡ് വിച്ച് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ അറ്റ് എ വെരി സ്ലോ റേറ്റ്. കിട്ടിയല്ലോ. ഇനി ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ: നെയിം ആൻ അമോർഫസ് മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോട്ടോവോൾട്ടിക് സെൽസ്. ആൻസർ: അമോർഫസ് സിലിക്ക. നോട്ടിൽ ഇതൊക്കെ ടീച്ചർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് പറയാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് നേരത്തെ പറഞ്ഞു, ദേ ഹാവ് എ ഡെഫിനറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. എക്സാമ്പിൾസ്: പൊട്ടാസ്യം നൈട്രേറ്റ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ് എക്സെട്ര. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള ഡിഫറൻസസ് പറയാൻ പോവാണ്. ഫസ്റ്റ് വൺ, ഷേപ്പ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് എ ഡെഫിനറ്റ് ഷേപ്പ്, ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവും. ക്യൂബിക്കൽ ഷേപ്പ്, ഹെക്സഗണൽ ഷേപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതേസമയം അമോർഫസ് സോളിഡ്സ് ഡു നോട്ട് ഹാവ് എ റെഗുലർ ഷേപ്പ്, ഇറെഗുലർ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും. ഇനി സെക്കൻഡ് പോയിന്റ് അബൌട്ട് മെൽറ്റിംഗ് പോയിന്റ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് അമോർഫസ് സോളിഡ്സ് ദേ ഡു നോട്ട് ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ദേ മെൽറ്റ് ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ്. തേർഡ് പോയിന്റ്, ക്ലീവേജ് പ്രോപ്പർട്ടി. ക്ലീവേജ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത ആ സർഫസസ് അത് സ്മൂത്ത് ആയിരിക്കും. അതേസമയം അമോർഫസ് സോളിഡ്സ് ഡു നോട്ട് ഹാവ് എ ക്ലീവേജ് പ്രോപ്പർട്ടി. കട്ട് സർഫസസ് വിൽ ബി റഫ്. മനസ്സിലായല്ലോ. ഇനി ഫോർത്ത് പോയിന്റ് അബൌട്ട് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് എ ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള എനർജിയാണ്. അതേസമയം amorphous solids do not have a definite heat of fusion. Next point, crystalline solids are anisotropic. Anisotropic ഇനി എന്താണ് ഈ അനൈസോട്രോപ്പി എന്ന് പറഞ്ഞാൽ നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡിൽ നമ്മൾ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പല ഡയറക്ഷനിൽ മെഷർ ചെയ്തു എന്ന് വിചാരിക്കുക. നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇപ്പോൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അങ്ങനെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ പല ഡയറക്ഷൻസിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാം വാല്യൂവിൽ. അതിനെയാണ് നമ്മൾ അനൈസോട്രോപ്പിക് എന്ന് പറയുക. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ
ഐസോട്രോപിക് എന്നാണ് പറയുക, ബിക്കോസ് ദേ ഡു നോട്ട് ഷോ എനി ഡിഫറൻസസ് ഇൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷേർഡ്. മനസ്സിലായില്ലേ? അപ്പോൾ crystalline solids are anisotropic and amorphous solids are isotropic. ഇനി nature of solid. Crystalline solids are true solids, amorphous solids are pseudo solids. Last point, order of arrangement നെ കുറിച്ചുള്ളതാണ്. Crystalline solids have a long range order, whereas amorphous solids have a short range order. ഈ ലോങ് റേഞ്ച് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഗുലർ പാറ്റേണിലാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ റെഗുലർ പാറ്റേൺ നമുക്ക് കുറേ ദൂരം കാണാം, കുറേ ഡിസ്റ്റൻസ് കാണാം. അതുകൊണ്ടാണ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. അതേസമയം അമോർഫസ് സോളിഡ്സിൽ ഇനി അഥവാ എന്തെങ്കിലും ഒരു റെഗുലാരിറ്റി അറേഞ്ച്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഓർഡർ വളരെ ചെറുതായിരിക്കും. ഒരു കുറച്ച് നേരം, കുറച്ച് ഡിസ്റ്റൻസ് മാത്രം ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺസ് ഒക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ അത് നിൽക്കും. അപ്പോൾ റൈറ്റ് എനി 4 ഡിഫറൻസസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതിൽ ഏതെങ്കിലും 4 നിങ്ങൾ ഡിഫറൻസസ് ആയിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ അനൈസോട്രോപ്പി എന്താണ്, ഐസോട്രോപ്പി എന്താണ്, അതുപോലെ സ്യൂഡോ സോളിഡ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലേ ഗ്ലാസിൻ്റെ കേസിൽ. അതുപോലെ അടുത്ത ടോപ്പിക്ക് ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് യൂണിറ്റ് സെൽസ്. Crystal lattice is a 3-dimensional arrangement of constituent particles in space. Crystal latticeന്റെ മറ്റൊരു പേരാണ് സ്പേസ് ലാറ്റിസ്. 14 തരം ക്രിസ്റ്റൽ ലാറ്റിസുകളുണ്ട്. and they are together known as Bravais lattices. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? Bravais lattices, which are 14 different types of crystal lattices. ക്രിസ്റ്റൽ ലാറ്റിസിലെ ഓരോ പോയിന്റ്സിനെയും ലാറ്റിസ് പോയിന്റ് അഥവാ ലാറ്റിസ് സൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓരോ ലാറ്റിസ് സൈറ്റിൻ്റെയും സിഗ്നിഫിക്കൻസ് എന്താണ്? അവിടെ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടെന്നുള്ളതാണ്. പാർട്ടിക്കിൾസ് ആരൊക്കെ ആയിരിക്കാം? അയോൺസ് ആയിരിക്കാം, ആറ്റംസ് ആയിരിക്കാം, മോളിക്യൂൾസ് ആയിരിക്കാം. മാത്രമല്ല ഈ ലാറ്റിസ് സൈറ്റ്സ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ്സ് തമ്മിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രിസ്റ്റലിൻ്റെ ജോമെട്രി കിട്ടും. അതിനൊരു ജോമെട്രിക് ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ക്രിസ്റ്റൽസിന്. സ്പേസ് ലാറ്റിസ് അഥവാ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്ന് മനസ്സിലായി. ബ്രവേസ് ലാറ്റിസസ് എന്ന് പറയുന്നത് ആരെയാണെന്ന് മനസ്സിലായി. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും മനസ്സിലായി. ഇനി യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. യൂണിറ്റ് സെൽ ഇസ് ഡിഫൈൻഡ് ആസ് ദി സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ റിപ്പീറ്റ് ചെയ്യുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് എന്ത്? യൂണിറ്റ് സെൽ. കുറേ യൂണിറ്റ് സെൽസ് ചേർന്നിട്ടാണ് നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസ് അഥവാ സ്പേസ് ലാറ്റിസ് ഉണ്ടാകുന്നത്. ഇനി യൂണിറ്റ് സെല്ലിന് പാരാമീറ്റേഴ്സ് ഉണ്ട്, ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. 2 പാരാമീറ്റേഴ്സാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആംഗിൾസ്, ആൽഫ, ബീറ്റ, ഗാമ. പിന്നെ ഉള്ളത് എഡ്ജസ്, സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. ക്വസ്റ്റ്യൻ, which are the different types of unit cells? ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസിനെ ബ്രോഡായിട്ട് നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഇസ് നോൺ ആസ് ദി പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആൻഡ് ദി അതർ ഇസ് നോൺ ആസ് ദി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് യൂണിറ്റ് സെല്ലിൻ്റെ വേർട്ടിസസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവിനേതുപോലെ കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ടാവും, അതുകൂടാതെ മറ്റു ചില പാർട്സിലും ഉണ്ടാവും. അപ്പോൾ ഈ സെൻറ്റേർഡ് യൂണിറ്റ് സെൽസിനെ വീണ്ടും നമുക്ക് 3 തരത്തിൽ ലഭിക്കാം. ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ് ആൻഡ് എൻഡ് സെൻറ്റേർഡ്. ഫസ്റ്റ് വൺ ഇസ് ബോഡി സെൻറ്റേർഡ്. ബോഡി സെൻറ്റേർഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിമിറ്റീവ് പോലെ കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും. 8 കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് കൂടാതെ യൂണിറ്റ് സെല്ലിൻ്റെ നടുവിൽ ഇൻസൈഡ് ദി ബോഡി ഓഫ് ദി യൂണിറ്റ് സെൽ യു ക്യാൻ ഹാവ് 1 കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾ. അതാണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഇനി FCC അഥവാ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് സെല്ലിൻ്റെ ഫേസസ് ഉണ്ടല്ലോ, ഫേസസിൻ്റെ സെൻറ്ററിൽ എന്തുണ്ടാവും? കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. പ്രിമിറ്റീവ് പോലെ കോർണേഴ്സിലും ഉണ്ട്, അത് കൂടാതെയാണ് ഫേസ് സെൻറ്റേഴ്സിലും പാർട്ടിക്കിൾസ് ഉള്ളത്. ഇനി എൻഡ് സെൻറ്റേർഡ്. End centered means in addition to the particles at the corners, there will be constant particles on any 2 opposite faces. ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസസിന്റെ സെന്ററിലേ ഉണ്ടാവുള്ളൂ. എല്ലാ ഫേസസിലും ആണെങ്കിൽ അത് ഫേസ് സെന്റേർഡ് ആണല്ലോ.
അപ്പോൾ ഇനി 2 ഓപ്പോസിറ്റ് ഫേസസിൽ മാത്രമാണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക, ഇൻ അഡീഷൻ ടു ദി പാർട്ടിക്കിൾസ് അറ്റ് ദി കോർണർ. ഇനി അടുത്തത് ഒരു ചോദ്യമായിട്ട് പഠിക്കാം നമുക്ക്. കാൽക്കുലേറ്റ് ദി ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഓർ പാർട്ടിക്കിൾസ് ഇൻ എ യൂണിറ്റ് സെൽ. അപ്പോൾ അതിപ്പോൾ നമ്മളോട് പ്രിമിറ്റീവിൻ്റെ ചോദിക്കാം, ഫേസ് സെൻറ്റേർഡിൻ്റെ ചോദിക്കാം, ബോഡി സെൻറ്റേർഡിൻ്റെ ചോദിക്കാം, എൻഡ് സെൻറ്റേർഡിൻ്റെ ചോദിക്കാം. അപ്പോൾ ഏതായാലും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ടീച്ചർ ഇവിടെ ഇതിനകത്ത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ നോട്ട്സ് ടീച്ചർ അപ്ലോഡ് ചെയ്ത് തന്നേക്കാം. അറ്റ് എ കോർണർ ഈച്ച് പാർട്ടിക്കിൾ ഈസ് ഷെയർഡ് ബൈ 8 യൂണിറ്റ് സെൽസ്. പ്രിമിറ്റീവിൽ ഓരോ കോർണറിലെ പാർട്ടിക്കിളും 8 യൂണിറ്റ് സെൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് ഒരു കോർണറിലെ പാർട്ടിക്കിളിൻ്റെ എത്ര പാർട്ടാണ് ഉണ്ടാവുക? 1/8 പാർട്ടല്ലേ ഉണ്ടാവുള്ളൂ. സോ അറ്റ് വൺ കോർണർ 1 യൂണിറ്റ് സെൽ വിൽ ഹാവ് ഓൺലി 1/8 പാർട്ട് ഓഫ് ദി പാർട്ടിക്കിൾ. അങ്ങനെ എത്ര കോർണേഴ്സ് ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിന്? 8 കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ 8 into 1/8 there will be only 1 particle in the primitive cell. ഇനി ബോഡി സെൻറ്റേർഡിൻ്റെ നോക്കിക്കോ. ബോഡി സെൻറ്റേർഡിൽ കോർണേഴ്സിലും ഉണ്ട് പാർട്ടിക്കിൾ, സെൻറ്റർ ഓഫ് ദി ബോഡിയിലും ഉണ്ട് ഒരു പാർട്ടിക്കിൾ. അപ്പോൾ പ്രിമിറ്റീവിൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. കോർണേഴ്സിൽ നിന്നുമുള്ള ഇഫക്റ്റീവ് നമ്പർ എത്രയാണ്? 1 അല്ലേ. ബോഡി സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഉള്ളിലാണ് പാർട്ടിക്കിൾ ഉള്ളത്. ആ പാർട്ടിക്കിൾ ആ യൂണിറ്റ് സെല്ലിന് മാത്രമുള്ളതാണ്. സോ വാട്ട് വിൽ ബി ദി ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്? 1 + 1 2. ഓക്കെ. ഫേസ് സെൻറ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ കോർണേഴ്സിൽ നിന്നുള്ള ഒരു പാർട്ടിക്കിൾ ഓൾറെഡി ഉണ്ട്. അത് കൂടാണ്ട് സെൻറ്റർ ഓഫ് ദി ഫേസസ് 6 ഫേസസ് ആണ് ഒരു യൂണിറ്റ് സെല്ലിലുള്ളത്. അപ്പം ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഒരു ഫേസും മറ്റൊരു യൂണിറ്റ് സെല്ലിൻ്റെ ഒരു ഫേസും തമ്മിൽ കോൺടാക്റ്റിലായിരിക്കും. അപ്പോൾ സെൻറ്റർ ഓഫ് ദി ഫേസ് എന്ന് പറയുമ്പോൾ ഈ 2 യൂണിറ്റ് സെൽസും ഷെയർ ചെയ്യാണ് ഒരു പാർട്ടിക്കിളിനെ, നടുവിലത്തെ ഒരു പാർട്ടിക്കിളിനെ ഈ 2 യൂണിറ്റ് സെൽസ് ഷെയർ ചെയ്യണം. അപ്പോൾ ഈച്ച് യൂണിറ്റ് സെൽ വിൽ ഹാവ് ഓൺലി 1/2 ഓഫ് ദി പാർട്ടിക്കിൾ ടു ഇറ്റ് അല്ലേ. ഒരു യൂണിറ്റ് സെല്ലിന് മാത്രമായിട്ട് ഒരു ഫേസിലെ പകുതി പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, ബാക്കി പകുതി പാർട്ടിക്കിൾ മറ്റേ യൂണിറ്റ് സെല്ലിൻ്റെതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എത്ര ഫേസസ് ഉണ്ട് യൂണിറ്റ് സെല്ലിന്? 6 ഫേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 1/2 into 6, 3 particles from the faces plus 1 particle from the corner. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്? 4 particles. അപ്പോൾ നമ്മൾ പ്രിമിറ്റീവിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തു 1, ബോഡി സെൻറ്റേർഡിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തു 2, ഇപ്പോൾ ഫേസ് സെൻറ്റേർഡിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തു 4. എൻ സെൻറ്റേർഡിലേത് നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസസിലാണ് പാർട്ടിക്കിൾസ് ഉള്ളത്. അപ്പോൾ 2 ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ 2 into 1/2, 1 + 1 from the corner. അങ്ങനെ 1 + 1 2 particles for the n-centered unit cell. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ക്ലോസ് പാക്കിംഗ് ആണ്. ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ക്ലോസ് ടു ഈച്ച് അതർ സോ ദാറ്റ് ദർ ഇസ് മിനിമം സ്പേസ് ബിറ്റ്വീൻ ദം. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ വളരെ അടുക്കി അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിക്കാണ് ക്ലോസ് പാക്കിംഗ് എന്ന് പറയുക. അവർക്കിടയിൽ മിനിമം സ്പേസ് മാത്രം ലീവ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതി. അപ്പം അത് 3 ഡയറക്ഷൻസിലുണ്ട്. 1 dimensional, 2 dimensional ആൻഡ് 3 dimensional. ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്താൽ അത് 1 dimensional ക്ലോസ് പാക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഇവിടെ വരച്ചിരിക്കുന്നത് കാണുന്നില്ലേ? 1 dimensional ക്ലോസ് പാക്കിംഗ്. A type because it consists of only a single type of particles in the same direction. ഇനി നിങ്ങൾക്ക് കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാം. എന്താണ് കോർഡിനേഷൻ നമ്പർ? ഈ കോണ്ടെക്സ്റ്റിൽ കോർഡിനേഷൻ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് വിച്ച് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് എനി 1 പാർട്ടിക്കിൾ ഇൻ ദി ക്ലോസ് പാക്കിംഗ്. ഒരു ക്ലോസ് പാക്കിങ്ങിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളുമായിട്ട് കോണ്ടാക്റ്റിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ളതാണ് കോർഡിനേഷൻ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെഫിനേഷൻ ഇവിടെയുണ്ട്. നമ്പർ ഓഫ് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് വിച്ച് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് എനി പാർട്ടിക്കിൾ. അല്ലെ, ഏത് പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാലും 2 പാർട്ടിക്കിൾസ് കോണ്ടാക്റ്റിൽ ഉണ്ടാവും. അതിനെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. 1 dimensional ക്ലോസ് പാക്കിങ്ങിൽ കോർഡിനേഷൻ നമ്പർ 2 ആണ്. ഇനി നമുക്ക് 2 dimensional ക്ലോസ് പാക്കിങ്ങിലേക്ക് പോകാം. 2 dimensional ക്ലോസ് പാക്കിംഗ് 2 ടൈപ്പ് ഉണ്ട്. One is CCP അല്ലെങ്കിൽ cubical close packing. The other is known as hexagonal close packing അഥവാ HCP.
ഡയഗ്രാം നോക്കിയിട്ട് നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവും. ഒരു 1 ഡയമെൻഷണൽ ലെയറിൻ്റെ തൊട്ടടിയിൽ അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ലെയർ വെച്ച് കഴിഞ്ഞാൽ ദ സെയിം വേ ഒന്നിന് താഴെ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് AA ടൈപ്പ് അഥവാ CCP. കോർഡിനേഷൻ നമ്പർ ഇസ് 4. നോക്കൂ, നിങ്ങൾ ഒരു സ്ക്വയർ വരച്ചിരിക്കുന്നുണ്ടോ നടുക്ക്. അപ്പോൾ നടുവിൽ ഒരു പാർട്ടിക്കിൾ, ദിസ് പാർട്ടിക്കിൾ ഇസ് അറ്റ് ദി സെൻറ്റർ. അതിന് ചുറ്റും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആയിട്ട് 4 പേരുണ്ട് അല്ലേ. ആ 4 പേരുടെ സെൻറ്റേഴ്സ് തമ്മിൽ സ്ട്രേറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടി. അതുകൊണ്ടാണ് അതിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിച്ചത്. ഇനി അടുത്തത് നോക്കൂ, അടുത്ത ടൈപ്പ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഫസ്റ്റ് ലെയറിലെ സ്ഫിയേഴ്സിൻ്റെ ഡിപ്രഷൻസിലാണ് സെക്കൻഡ് ലെയറിലെ സ്ഫിയേഴ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഇടയിൽ സ്പേസ് കുറഞ്ഞു, ആ ഡിപ്രഷൻസിലാണ് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് യു ഗെറ്റ് 2 ഡിഫറെൻറ്റ് ലെയേഴ്സ് AB ടൈപ്പ്. കണ്ടോ, AB ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ഇതിൽ കോർഡിനേഷൻ നമ്പർ നോക്കൂ, ഇറ്റ് ഈസ് 6. ഹെക്സഗൺ കണ്ടോ, നടുവിലൊരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിനോട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നെയ്ബേഴ്സ് 6 പേരാണ്. അവരുടെ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെക്സഗൺ കിട്ടും. ഹെൻസ് ഇറ്റ് ഇസ് നോൺ ആസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അടുത്തത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ആദ്യത്തെ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ നമുക്ക് ഒരു റോ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടി അല്ലേ. രണ്ടാമത് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ നമുക്ക് ഒരു ലെയർ കിട്ടി. ഇനി 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലെയേഴ്സ് തമ്മിൽ അടുക്കി വെക്കാൻ പോവാണ്. അങ്ങനെയാണ് നമുക്ക് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് കിട്ടാൻ പോകുന്നത്. 2 ടൈപ്പ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ട്. ഒന്ന് ജനറേറ്റഡ് ഫ്രം ക്യൂബിക്കൽ ക്ലോസ് പാക്കിംഗ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെയിം ടൈപ്പാണല്ലോ, AA ടൈപ്പാണല്ലോ. അത് നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AA ടൈപ്പ് ആയിട്ടുള്ള ഒരു ക്യൂബിക്കൽ സ്ട്രക്ചർ കിട്ടും. സിമ്പിൾ ക്യൂബിക്കൽ സ്ട്രക്ചർ. അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. സോ യു ക്യാൻ സീ ദി പിക്ചർ. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ജനറേറ്റഡ് ഫ്രം ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അതിൽ ഓരോ ലെയറും എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് ഫ്രം ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അപ്പം അതിൽ ഫസ്റ്റ് ലെയർ വെച്ചു ഡിപ്രഷൻസിലാണല്ലോ, ഒരാളുടെ ഡിപ്രഷൻസിലാണ് മറ്റേത് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലത്തെ 2 ലെയേഴ്സ് നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 തരം വോയിഡ്സ് അല്ലെങ്കിൽ എംപ്റ്റി സ്പേസസ് കാണാം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ. 2 ടൈപ്പ് എന്ന് ടീച്ചർ പറഞ്ഞു. ആ 2 ടൈപ്പിന് 2 പേരുകളുണ്ട്. 2 തരം എംപ്റ്റി സ്പേസസ്. അത് വലിപ്പം കൊണ്ടും ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും, കാഴ്ചയിൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നിൻ്റെ പേര് ടെട്രാഹീഡ്രൽ വോയിഡ്, മറ്റേതിൻ്റെ പേര് ഒക്ടാഹീഡ്രൽ വോയിഡ്. ഈ ഒക്ടാഹീഡ്രൽ വോയിഡ്സും ടെട്രാഹീഡ്രൽ വോയിഡ്സും തമ്മിലുള്ള ഡിഫറൻസസ് എപ്പോഴും ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ഗിവ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ടെട്രാഹീഡ്രൽ വോയിഡ്സ് ആൻഡ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെട്രാഹീഡ്രൽ വോയിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ലെയറിലെ 3 സ്ഫിയേഴ്സിൻ്റെ ഇടയിലുള്ള വോയിഡിനെ മുകളിലത്തെ ലെയറിലെ സെക്കൻഡ് ലെയറിലെ സ്ഫിയർ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ടെട്രാഹീഡ്രൽ വോയിഡ്. അതേസമയം ഒക്ടാഹീഡ്രൽ വോയിഡ് ഈസ് എൻ ഓപ്പൺ വോയിഡ് ബിക്കോസ് യു ക്യാൻ സീ ത്രൂ ഇറ്റ്. താഴത്തെ 3 സ്ഫിയേഴ്സിൻ്റെ ഇടയിലൊരു ഡിപ്രഷൻ ഉണ്ടാവും, അതുപോലെ മുകളിലത്തെ 3 സ്ഫിയേഴ്സിൻ്റെ ഡിപ്രഷനും ഉണ്ടാവും. ഈ 2 ഡിപ്രഷനും കോയിൻസൈഡ് ഓവർലാപ്പ് ചെയ്യുകയാണ്. ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ വരെ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് എൻ ഓപ്പൺ വോയിഡ്. So that is the first difference. The tetrahedral void is a closed void and the octahedral void is an open void because the spheres of the second layer only partially covers the void of the first layer in the case of the octahedral void. So that is the first point. ഇനി ഈ ക്ലോസ് പാക്ക് ചെയ്യുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം n ആണെന്ന് വിചാരിക്കും. ലെറ്റ് ഇറ്റ് ബി n. Then the number of tetrahedral voids, total number of tetrahedral voids in that particular crystal system will be 2n, that is twice. എത്ര കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടോ അതിൻ്റെ ട്വൈസ് ആയിരിക്കും ടെട്രാഹീഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം. എന്നാൽ ഒക്ടാഹീഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം വിൽ ബി ദ സെയിം, n itself. മനസ്സിലായല്ലോ?
ദാറ്റ് ഈസ് ദി സെക്കൻഡ് ഡിഫറൻസ്. പിന്നെ നമ്പർ നോക്കാം. ടെട്രാഹീഡ്രൽ വോയിഡ് ഇസ് ഫോംഡ് ബൈ 4 സ്ഫിയേഴ്സ്. അതേസമയം octahedral void is formed by 6 spheres, 3 below and 3 on the top. Last difference, when the centers of the 4 spheres of a tetrahedral void is joined by straight lines, then you will get a tetrahedron. In the case of an octahedral void, there are 6 spheres, അല്ലേ? ആ 6 സ്ഫിയേഴ്സിൻ്റെയും സെൻറ്റേഴ്സ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒക്ടാഹീഡ്രൺ കിട്ടും. അപ്പോൾ അതാണ് വ്യത്യാസം. സോ ദർ ആർ 4 ഡിഫറൻസസ് ബിറ്റ്വീൻ ടെട്രാഹീഡ്രൽ വോയിഡ്സ് ആൻഡ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ്. എ ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ. ഇനി ഈ സെക്കൻഡ് ലെയർ വെച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതായത് നമുക്കൊരു ടെട്രാഹീഡ്രൽ വോയിഡും ഒക്ടാഹീഡ്രൽ വോയിഡും ഒക്കെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ മൂന്നാമത്തെ ലെയർ പ്ലേസ് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ 2 ways, covering the tetrahedral void and covering the octahedral void. ടെട്രാഹീഡ്രൽ വോയിഡ്സ് കവർ ചെയ്തിട്ടാണ് നമ്മൾ തേർഡ് ലെയറിൽ സ്ഫിയേഴ്സിന് വെക്കുന്നതെങ്കിൽ നമുക്ക് ഒരു AB ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് കിട്ടും. AB ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിംഗ് വിച്ച് ഇസ് നോൺ ആസ് HCP, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ഫോം ചെയ്യുന്ന ചില ക്രിസ്റ്റൽസിന് എക്സാമ്പിൾ സിങ്ക്, മെഗ്നീഷ്യം. ഇനി മറ്റൊരു തരത്തിൽ നമ്മൾ സ്ഫിയേഴ്സിനെ തേർഡ് ലെയറിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒക്ടാഹീഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് CCP, ക്യൂബിക്കൽ ക്ലോസ് പാക്കിംഗ് ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടും വിച്ച് ഇസ് ABC ടൈപ്പ്. തേർഡ് ലെയർ ഇസ് ഡിഫറെൻറ്റ് ഫ്രം A ആൻഡ് B. ഫസ്റ്റ് ലെയറിൽ നിന്നും സെക്കൻഡ് ലെയറിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു തേർഡ് ലെയർ കിട്ടും, ABC. പക്ഷേ ടെട്രാഹീഡ്രൽ വോയിഡ്സ് കവർ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് AB ടൈപ്പ് ആണ്. തേർഡ് ലെയർ ഫസ്റ്റ് ലെയറിനോട് സാമ്യമുള്ളതാണ്. മനസ്സിലായല്ലോ? അതേസമയം ഒക്ടാഹീഡ്രൽ വോയിഡ്സിൽ സ്പിയേഴ്സ് കവർ ചെയ്ത് വയ്ക്കാൻ നമുക്ക് ABC ടൈപ്പ് CCP അഥവാ ക്യൂബിക്കൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു അറേഞ്ച്മെൻ്റ് ആണ് കിട്ടുക. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ സിൽവർ ആൻഡ് കോപ്പർ ഈസ് ഫോംഡ് ഇൻ ദി CCP അറേഞ്ച്മെൻറ്റ്. ഇനി രണ്ട് പേരുടെയും, അതായത് HCPയുടെയും അതുപോലെ CCPയുടെയും കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 12 തന്നെയാണ്. 12 itself, and they both have packing efficiency 74%. എക്സ്പ്ലെയിൻ 3-dimensional ക്ലോസ് പാക്കിംഗ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്യും? 3-dimensional ക്ലോസ് പാക്കിംഗ് is formed by stacking 2-dimensional close packed layers. There are 2 types. One generated from cubical close packing, that is the AA type, coordination number 6. അത്രയും പറഞ്ഞാൽ മതി. പിന്നെ generated from hexagonal close packing. In hexagonal close packing, after placing the second layer, we get 2 types of voids. One is the octahedral void and the other is the tetrahedral void. We get the third layer by placing spheres covering the tetrahedral void or the octahedral void. By covering the tetrahedral void, we get AB type or HCP arrangement. Example, magnesium, zinc. By covering the octahedral void, we get CCP arrangement or FCC. FCC എന്ന് തന്നെ പറയും. Example, copper, silver. Both the HCP and CCP have coordination number 12 each and their packing efficiency is 74%. ഇത്രയും പറയുന്നു. മനസ്സിലായല്ലോ? ഇനി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെട്രാഹീഡ്രൽ വോയിഡ് ആൻഡ് ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് ചോദിച്ചാൽ മാത്രമാണ് നമ്മൾ ആ ടെട്രാഹീഡ്രൽ വോയിഡിനെയും ഒക്ടാഹീഡ്രൽ വോയിഡിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് 4 പോയിന്റ്സ് പറഞ്ഞില്ലേ അത് പറയേണ്ടത്. അപ്പോൾ ജനറൽ ആയിട്ടൊരു 3 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ എക്സ്പ്ലെയിൻ 3-dimensional ക്ലോസ് പാക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഇപ്പോൾ പറഞ്ഞ ആൻസറാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ചിലപ്പോൾ ഈ ക്ലോസ് പാക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം തരും. അതുപോലെ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് എത്ര കവർ ചെയ്തിട്ടുണ്ട്, ടെട്രാഹീഡ്രൽ വോയിഡ്സ് എത്ര കവർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തരും. അങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ആ ഡേറ്റയിൽ നിന്നും ഈ കോമ്പൗണ്ടിൻ്റെ ഏതാണോ ആ ക്രിസ്റ്റലൈൻ സോളിഡ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ക്ലോസ് പാക്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം n ആണെങ്കിൽ ടെട്രാഹീഡ്രൽ വോയിഡ്സ് 2n, ഒക്ടാഹീഡ്രൽ വോയിഡ്സ് n തന്നെയായിരിക്കും എന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ പ്രോബ്ലം ചെയ്യാനുള്ളത്. സോ ലെറ്റ് us see that. A compound is formed by two elements M and N. The element N forms HCP and the element M occupies 1/3 of tetrahedral voids. What is the formula of the compound? ചോദ്യം നിങ്ങൾ തന്നെ ഒന്ന് വായിക്കുക. M and N രണ്ട് എലമെൻറ്റ്സ് ക്ലോസ് പാക്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്തു. അതിൽ N ആണ് ക്ലോസ് പാക്ക് ചെയ്യുന്നത്. ഇടയിലുള്ള വോയിഡ്സിൽ ആരാ ഉള്ളത്? M ആണുള്ളത്. M എങ്ങനെയുള്ളത്? 1/3 ഓഫ് ദി ടെട്രാഹെഡ്രൽ വോയിഡ്സിലാണ് ആരുള്ളത്? M ഉള്ളത്. സോ N ഫോംസ് ദി HCP. അപ്പോൾ Nൻ്റെ എണ്ണം നമുക്ക് സ്മോൾ n ആയിട്ട് എടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് എത്രയുണ്ടാവും? 2n ഉണ്ടാവും അല്ലേ? പക്ഷേ 2nൻ്റെ 1/3 മാത്രമേ ആരൊക്യുപ്പൈ ചെയ്തിട്ടുള്ളൂ? M ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ടീച്ചർ അവിടെ കാണിച്ചിരിക്കുന്നത്. സി M occupies 1/3 of tetrahedral voids, that is 1/3 into 2n. ഇനി ഇതിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുകയാണ്. M:n. 1/3 2n is to n എന്നെടുത്തു. എന്നും എന്നും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ M:n റേഷ്യോ നമുക്ക് എങ്ങനെ കിട്ടും? 2:3. അപ്പോൾ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ആ 2:3 എന്നുള്ളത് M2n3 എന്ന് എഴുതിയാൽ മതി. സോ ദിസ് ഇസ് ഹൗ യു ഫൈൻഡ് ദി chemical formula of the compound from the number of n, that is the number of particles forming the close packing, and the part of the tetrahedral voids or octahedral voids filled. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഫോർമുല കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ആണ്. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാലും അതിലും ചില ഇറെഗുലാരിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇംപെർഫെക്ഷൻസ് ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഡിഫെക്ട്സ് എന്ന് മറ്റൊരു പേരും പറയും. രണ്ട് ടൈപ്പ് ഡിഫെക്ട്സ് ഉണ്ട്, പോയിന്റ് ഡിഫെക്ട്സ് ആൻഡ് ലൈൻ ഡിഫെക്ട്സ്. ഒരു എൻറ്റയർ ലൈനിലുള്ള ഡിഫെക്റ്റിനെയാണ് നമ്മൾ ലൈൻ ഡിഫെക്റ്റ് എന്ന് പറയാം. ഒരു സിംഗിൾ പോയിന്റിൽ മാത്രമുള്ള ഡിഫെക്റ്റിനെ പോയിന്റ് ഡിഫെക്റ്റ് എന്ന് പറയും. നമുക്ക് ലൈൻ ഡിഫെക്റ്റ് പഠിക്കാനില്ല, ഓൺലി പോയിന്റ് ഡിഫെക്ട്സ് ആണ് പഠിക്കാനുള്ളത്. പോയിന്റ് ഡിഫെക്ട്സ് 3 ടൈപ്പ് ഉണ്ട്. സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫെക്റ്റ് ആൻഡ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ്. അതിൽ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റിന് മറ്റ് 2 പേരുകൾ കൂടിയുണ്ട്. ഇൻട്രിൻസിക് ഡിഫെക്റ്റ് ഓർ തെർമോഡൈനമിക് ഡിഫെക്റ്റ്. 4 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റിൻ്റെ. വേക്കൻസി ഡിഫെക്റ്റ്, ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫെക്റ്റ്, ഫ്രെങ്കൽ ഡിഫെക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫെക്റ്റ്. അതിൽ വേക്കൻസി ഡിഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചില ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നിന്ന്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നോൺ അയണിക് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സിലാണ് നമ്മൾ വേക്കൻസി ഡിഫെക്റ്റും ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫെക്റ്റും പറയുന്നത്. നോൺ അയണിക് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പോൾ വേക്കൻസി എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്റ്റലിൽ നിന്ന് ചില കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് മിസ്സാകും. അങ്ങനെ വരുമ്പോൾ അവിടെയാണ് വേക്കൻസി ഡിഫെക്റ്റ് എന്ന് പറയുക. ചിലപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഡിഫെക്റ്റ് വരുന്നത്. ഹീറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് നഷ്ടപ്പെടുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് ദി ക്രിസ്റ്റൽ വിൽ ബി ഡിക്രീസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഡിഫെക്റ്റ്. മനസ്സിലായില്ലേ? Interstitial defect. Interstitial defect means particles, additional particles will be present in the interstitial spaces. Particles സാധാരണയായിട്ട് കാണാത്ത സ്പേസസ് ഉണ്ടല്ലോ, അവിടെ അഡീഷണൽ ആയിട്ട് പാർട്ടിക്കിൾസ് വന്നിരുന്നാൽ അതിനെയാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫെക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ എക്സ്ട്രാ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് ഡെൻസിറ്റി വിൽ ബി ഇൻക്രീസ്ഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫെക്റ്റ് ആൻഡ് വേക്കൻസി ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ആൻസർ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആൻഡ് ദേ ആർ ഫൗണ്ട് ഇൻ നോൺ അയണിക് സോളിഡ്സ്. ഇനി ഇതേ ടൈപ്പ് ഡിഫെക്ട്സ് തന്നെ നമ്മൾ അയണിക് സോളിഡ്സിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫ്രെങ്കൽ ഡിഫെക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫെക്റ്റ് അങ്ങനെയാണ് വിളിക്കുന്നത്. ഇനി ഫ്രെങ്കൽ എന്താണ്, ഷോർട്ട് കീ എന്താണെന്ന് നോക്കാം. ഫ്രെങ്കൽ ഡിഫെക്റ്റിനെ ഡിസ്ലൊക്കേഷൻ ഡിഫെക്റ്റ് എന്നും വിളിക്കും. ദറ്റ് മീൻസ് എ പാർട്ടിക്കിൾ is dislocated from its original site to an interstitial site. അതാണ് ഡിസ്ലൊക്കേഷൻ ഡിഫെക്റ്റ് അഥവാ ഫ്രെങ്കൽ ഡിഫെക്റ്റ്. ഒരു പാർട്ടിക്കിൾ അതിൻ്റെ സ്ഥാനത്ത് നിന്നും ഇൻറ്റർസ്റ്റേഷ്യൽ സൈറ്റിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഒന്നുമില്ല, ബിക്കോസ് നോ പാർട്ടിക്കിൾ ഇസ് ലോസ്റ്റ് ഫ്രം ഇറ്റ് ഓർ അഡീഷണൽ പാർട്ടിക്കിൾ ഇസ് നോട്ട് പ്രസൻറ്റ് ദെയർ. ഒരു പാർട്ടിക്കിൾ അതിൻ്റെ സ്ഥലം മാറിയെന്ന് മാത്രം. ഇനി മറ്റൊരു പ്രത്യേകത, കാറ്റയോണും ആനയോണും തമ്മിൽ സൈസ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. കാറ്റയോൺ വിൽ ബി സ്മോൾ ആൻഡ് ദി ആനയോൺ വിൽ ബി ലാർജ്. അങ്ങനെയുള്ള കേസസിലാണ് ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫെക്റ്റ്
ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണുന്നത്. എക്സാമ്പിൾ സിങ്ക് സൾഫൈഡ്, സിൽവർ ബ്രോമൈഡ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ അയഡൈഡ്, അങ്ങനെയുള്ള കോമ്പൗണ്ട്സ്. ഇനി ഷോർട്ട് കീ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റ് ആനയോണും കാറ്റയോണും തമ്മിൽ കമ്പയറബിൾ സൈസ്, അധികം വ്യത്യാസമൊന്നുമില്ല, ഒരേപോലെ സൈസുള്ള അയോൺസ് ആണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് വിൽ ബി മിസ്സിംഗ് ഫ്രം ദി ക്രിസ്റ്റൽ. മനസ്സിലായില്ലേ? പാർട്ടിക്കിൾസ് ക്രിസ്റ്റലിൽ നിന്ന് മിസ് ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. മനസ്സിലായില്ലേ? എക്സാമ്പിൾസ് NaCl, KCl, സീഷ്യം ക്ലോറൈഡ്. ഇനി ഒരു എക്സാമ്പിളും കൂടിയുണ്ട്, AgBr. AgBr നമ്മൾ ഫ്രെങ്കൽ ഡിഫക്റ്റിലും കണ്ടു അല്ലേ? അപ്പോൾ AgBr എന്തുകൊണ്ട് ഫ്രെങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കുന്നു എന്ന് ചോദ്യം വരാം. വൈ ഡസ് AgBr ഷോ ബോത്ത് ഫ്രെങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്? അതിൻ്റെ ഉത്തരം ഇതാണ്. സിൽവർ അയോൺ വളരെ ചെറുതാണ്, അപ്പോൾ അതിനെ ഈസി ആയിട്ട് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ പോയിട്ട് ഇരിക്കാൻ സാധിക്കും. പിന്നെ അടുത്തൊരു റീസണും കൂടെ പറയാവുന്നത്, സിൽവർ ബ്രോമൈഡിൻ്റെ റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കുന്ന മറ്റ് കോമ്പൗണ്ട്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരും. സോ ഇറ്റ് ക്യാൻ ഷോ ബോത്ത് ഫ്രെങ്കൽ ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്. അപ്പോൾ ക്വസ്റ്റിൻ്റെ ആൻസർ പോലെ തന്നെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിന്റ് ഡിഫക്ട്സിലെ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റുകൾ പറഞ്ഞു. 4 ടൈപ്പ് ഡിഫക്റ്റ്: വേക്കൻസി, ഇൻറ്റർസ്റ്റീഷ്യൽ, ഫ്രെങ്കൽ ആൻഡ് ഷോർട്ട് കീ. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഇസ് നോൺ ആസ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് പോലെയുള്ള ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്, അതിൽ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഇംപ്യൂരിറ്റി ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ സോളിഡ് നമ്മൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദി സോഡിയം അയോൺസ് വിൽ ഫോം വേപ്പർ ആസ് വെൽ ആസ് ദി സ്ട്രോൺഷ്യം അയോൺസ് വിൽ ഫോം വേപ്പർ. എന്നിട്ട് ഇത് തണുക്കുമ്പോൾ ഇത് ക്രിസ്റ്റലൈസ് ചെയ്യും. ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ സോഡിയം അയോൺസിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ സ്ട്രോൺഷ്യം അയോൺസ് വന്ന് ഇരിക്കും. അപ്പോൾ സോഡിയത്തിൻ്റെ ചാർജ് +1ഉം സ്ട്രോൺഷ്യത്തിൻ്റെ ചാർജ് +2 ആണ്. അപ്പോൾ 2 സോഡിയം അയോൺസിന് പകരം ഒരു സ്ട്രോൺഷ്യം അയോൺ വന്ന് റീപ്ലേസ് ചെയ്യുള്ളൂ. അപ്പോൾ ദർ വിൽ ബി 1 cation vacancy for each strontium ion placed as impurity. മനസ്സിലായോ? അപ്പോൾ ഇതിനെയാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുക. ഇതിപ്പോൾ സോഡിയം ക്ലോറൈഡിൽ മാത്രമല്ല, കാഡ്മിയം ക്ലോറൈഡ് ആൻഡ് സിൽവർ ക്ലോറൈഡ് മിക്സ്ചറിലും ഇതേ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാറ്റയോണിനെ മറ്റൊരു കാറ്റയോൺ വന്ന് റീപ്ലേസ് ചെയ്യും. തേർഡ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. കോമ്പൗണ്ട്സിൻ്റെ സ്റ്റോയിഷ്യോമെട്രി മെയിൻറ്റെയിൻ ചെയ്യാത്ത ഡിഫക്റ്റാണ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, ഫാർബൻ സെൻറ്റർ ഡിഫക്റ്റ്. ഈ ഫാർബൻ സെൻറ്റർ ഡിഫക്റ്റിനെ എഫ് സെൻറ്റർ ഡിഫക്റ്റ് എന്ന് ചോദിക്കും. വാട്ട് ആർ എഫ് സെൻറ്റേഴ്സ് എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഫാർബൻ സെൻറ്റർ ഡിഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില കോമ്പൗണ്ട്സ്, ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്സിനെ നമ്മൾ അതിൻ്റെ കാറ്റയോണിൻ്റെ വേപ്പറിൽ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ഇസ് ഹീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം വേപ്പർ. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ സോഡിയം വേപ്പറിലെ ആറ്റംസ് ഉണ്ടല്ലോ, സോഡിയം ആറ്റംസ് ക്രിസ്റ്റലിൻ്റെ സർഫസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ക്ലോറൈഡ് അയോൺ പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന് സോഡിയം ആറ്റത്തെ, ഡെപ്പോസിറ്റ് ചെയ്ത സോഡിയം ആറ്റത്തെ അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇലക്ട്രോൺ പോകില്ലേ, സോഡിയം ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാലാണ് അയണൈസ് ചെയ്യുക, Na+ ആവുക, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അവിടെ ഉണ്ടായ സർഫസിലുണ്ടായ ഇലക്ട്രോൺ ഉള്ളിലേക്ക് പോയിട്ട് ക്രിസ്റ്റലിൻ്റെ അകത്തേക്ക് കിടന്നിട്ട് നേരത്തെ ക്ലോറൈഡ് അയോൺ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ പോയിട്ടിരിക്കും. ആ ഇലക്ട്രോൺ എക്സൈറ്റഡ് ആവും, എനർജി കിട്ടി എക്സൈറ്റഡ് ആവുമ്പോൾ ഇറ്റ് ഷോസ് എ യെല്ലോ കളർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫാർബൻ സെൻറ്റർ ഡിഫക്റ്റ് എന്ന് പറയുക. ഇലക്ട്രോൺ പോയിട്ടിരിക്കുന്ന ആ സ്ഥലത്തെ, ആ സ്പോട്ടിനെയാണ് നമ്മൾ എഫ് സെൻറ്റർ എന്ന് പറയുക. അണ്ടർസ്റ്റുഡ്? അപ്പോൾ വാട്ട് ഈസ് എഫ് സെൻറ്റർ ഡിഫക്റ്റ് ഓർ വാട്ട് ഈസ് ഫാർബൻ സെൻറ്റർ ഡിഫക്റ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ ചോദ്യം ഇങ്ങനെയും ആവാം, വൈ ആർ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ സംടൈംസ് യെല്ലോ കളേർഡ്. ഇനി മറ്റ് ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ലിഥിയം ക്ലോറൈഡ്, വൈ ഇസ് ലിഥിയം ക്ലോറൈഡ് പിങ്ക് കളർ in certain cases? Why is potassium chloride gives violet color or lilac color when heated in presence of its own vapor? That means the vapor of the cation. അങ്ങനെയൊക്കെ ചോദ്യം വരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കളർ ചേഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഉടനെ അത് എഫ് സെൻറ്റർ ഡിഫക്റ്റ് ആണെന്ന് ആലോചിച്ചോളണം.
ഒരു ആൽക്കലി മെറ്റൽ ആയിരിക്കും. ആൽക്കലി മെറ്റലിൻ്റെ ക്ലോറൈഡ് ആണ് യൂഷ്വലി. അപ്പോൾ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി presence of an electron which gets excited. ഇലക്ട്രോൺ എക്സൈറ്റേഷനിലാണ് ഈ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ട് ആർ എഫ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഉത്തരം? എഫ് സെൻറ്റേഴ്സ് ആർ ഇലക്ട്രോൺസ് occupying anionic vacancies. These electrons are capable of excitation and they show color. Example, sodium chloride shows yellow color, potassium chloride shows violet color, lithium chloride shows pink color. ഇനി അടുത്ത ഡിഫക്റ്റ്, അതായത് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിൻ്റെ തന്നെ മറ്റൊരു രീതിയിലുള്ള ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ് എന്നാണ് ഇതിന് പറയുന്നത്. ആദ്യത്തേത് കാർബൺ സെൻറ്റർ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആനയോണിക് വേക്കൻസി ഉണ്ടായിരുന്നു. ഇവിടെ എക്സ്ട്രാ കാറ്റയോൺസിൻ്റെ പ്രസൻസ് അറ്റ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സ്. ഇപ്പോൾ സിങ്ക് ഓക്സൈഡ് ഫോർ എക്സാമ്പിൾ, സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സിങ്ക് ഓക്സൈഡിലെ ഓക്സൈഡ് അയോൺസ് ഉണ്ടല്ലോ, O2- അയോൺസ്, O2- അയോൺസ് ഇലക്ട്രോൺസ് ലൂസ് ചെയ്തിട്ട് ഓക്സിജൻ, മോളിക്കുലാർ ഓക്സിജൻ ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും. ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ. സിങ്ക് ഓക്സൈഡ് ഡീകമ്പോസസ് ടു ഫോം ഹാഫ് O2 + 2 ഇലക്ട്രോൺസ് പ്ലസ് Zn2+. കണ്ടോ ഇക്വേഷൻ? അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺസ് ഈ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലിൻ്റെ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ പോയിട്ടിരിക്കും. അപ്പോൾ ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ പോയിരിക്കുന്ന ഇലക്ട്രോൺസിനും എന്തുണ്ട്? എക്സൈറ്റേഷനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, എനർജി എക്സൈറ്റേഷനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോ ദിസ് വിൽ ഓൾസോ ഷോ കളർ. സിങ്ക് ഓക്സൈഡിന് ഒരു യെല്ലോ കളറാണ് ഉണ്ടാവുന്നത്. കാറ്റയോൺ ഡെഫിഷ്യൻസി മൂലമുള്ള നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ട്രാൻസിഷൻ എലമെൻസിൻ്റെ പ്രത്യേകത എന്താണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് അല്ലേ. അപ്പോൾ ട്രാൻസിഷൻ എലമെൻസിൻ്റെ കോമ്പൗണ്ട്സിലാണ് ഈ നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. FeO, അയൺ ഓക്സൈഡ്. FeOയിൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ശരിക്കും Fe2+ ആണ്. ഈ ക്രിസ്റ്റലിൽ FeO എന്നുള്ള കോമ്പൗണ്ടിൽ ചില Fe2+ അയോൺസ് പോയിട്ട് പകരം Fe3+ അയോൺസ് വന്നിരിക്കും. അപ്പോൾ ചാർജ് വ്യത്യാസം വരില്ലേ? ചാർജ് വ്യത്യാസം വരാൻ പാടില്ല ഒരു കോമ്പൗണ്ടിൽ. കോമ്പൗണ്ട് വിൽ ബി ഓൾവേസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. പക്ഷേ എണ്ണം, അയോൺസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. മനസ്സിലായില്ലേ? അപ്പം Fe2+ന് പകരം Fe3+ വന്ന് ഇരിക്കും. ദ സെയിം കാറ്റയോൺ കേട്ടോ. നമ്മൾ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റിൽ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് കാറ്റയോൺ അല്ല, ഇവിടെ സെയിം കാറ്റയോൺ ആണ്. അതാണ് തമ്മിലെ ഡിഫറൻസ്. ദി അതർ വൺ വാസ് ഇമ്പ്യൂരിറ്റി, ഇവിടെ സെയിം കാറ്റയോൺ തന്നെയാണ്. അപ്പം ഈ കോമ്പൗണ്ടിൻ്റെ ഫോർമുല നമുക്കൊരു ഹോൾ നമ്പർ റേഷ്യോ ആയിട്ടല്ല കിട്ടുക. Fe 0.93 to 0.96 O അങ്ങനെയൊക്കെ ഒരു ഡെസിമലൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ ഫോർമുല വരിക. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഡിഫക്റ്റ് കാണിക്കുന്ന എല്ലാ കോമ്പൗണ്ട്സും നോൺ സ്റ്റോയിഷ്യോമെട്രിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. Fe 0.93, O 1.00 കണ്ടോ? അപ്പോൾ അങ്ങനത്തെ ഡെസിമൽ വാല്യൂസൊക്കെ ഉള്ള ഒരു ഫോർമുലയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. Fe2+ന് പകരം Fe3+ വന്നിരുന്നു. അപ്പോൾ 3 Fe2+ന് പകരം 2 Fe3+ വന്നിരുന്നാൽ പോരെ. അപ്പോൾ അവിടെ കാറ്റയോൺ വേക്കൻസി ഉണ്ട്, എണ്ണത്തിന് വ്യത്യാസമുണ്ട്. 100 ഓക്സിജൻ അയോൺസ് ഉണ്ടെങ്കിൽ അവിടെ 100 Fe2+ അയോൺസ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ആ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫറൻസ് വന്നത്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യമാണിത്. ഇങ്ങനത്തെ ചോദ്യമായിരിക്കും ഈ ഡിഫക്റ്റിൽ നിന്നും സാധാരണ കണ്ടിട്ടുള്ളത്. അനാലിസിസ് ഷോസ് ദാറ്റ് നിക്കൽ ഓക്സൈഡ് ഹാസ് ഫോർമുല Ni 0.98 O 1.00. What fractions of nickel exist as Ni2+ and Ni3+? ചോദ്യം കേട്ടല്ലോ. ഒരു കോമ്പൗണ്ടിൻ്റെ ഫോർമുല നിക്കൽ Ni 0.98 O 1.00. ഈ കോമ്പൗണ്ടിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ടാണ്. അപ്പോൾ നമ്മളോടുള്ള ചോദ്യം ഇതാണ്, Ni2+ൻ്റെയും Ni3+ൻ്റെയും ഫ്രാക്ഷൻസ്, ഈ കോമ്പൗണ്ടിലുള്ള ഫ്രാക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മളതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്ക് ഈ ഫോർമുല തന്നെ എടുക്കാം. Ni 0.98
O1.00. ഇപ്പോൾ സാധാരണ ഒരു കെമിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ C6H12O6 എന്നൊക്കെ പറഞ്ഞ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ ആ കെമിക്കൽ ഫോർമുല എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കാർബൺ ആറ്റംസ് 6, ഹൈഡ്രജൻ ആറ്റംസ് 12, ഓക്സിജൻ ആറ്റംസ് 6, അങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെയും നമുക്കതുപോലെ കരുതാം. Ni 0.98, ഓക്സിജൻ 1.00 എന്നുള്ളത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഫ്രാക്ഷൻ മാറ്റിയിട്ട് അതിനെ എണ്ണമാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിക്കൽ ആറ്റംസിൻ്റെ ടോട്ടൽ നമ്പർ 98 എന്ന് എടുക്കാം, ഓക്സിജൻ ആറ്റംസിൻ്റെ ടോട്ടൽ നമ്പർ 100 എന്ന് എടുത്തു. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നിക്കൽ ആറ്റംസ് എന്ന് ടീച്ചർ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Ni2+ ഉണ്ട്, Ni3+ ഉണ്ട്. അപ്പോൾ ലെറ്റ് us take the number of nickel ions. Ni2+ അയോൺസിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കാൻ നോക്കുക. ഉണ്ടോ? എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ നമ്പർ ഓഫ് Ni3+ എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ 98 അല്ലേ? അപ്പോൾ 98 - എക്സ് എന്ന് എടുത്തു. ഇനി നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ റിഡോക്സിൽ ഒരു കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു. ദി സം ഓഫ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഓൾ ദി ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട് ഇസ് ഈക്വൽ ടു 0 അല്ലേ? ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സമ്മ് 0 ആക്കിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. Ni2+ൻ്റെ എണ്ണം നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ? ചാർജ് എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 × x കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത് 2 × x പ്ലസ് Ni3+ എണ്ണം എത്രയാണ്? 98 - x. അതിൻ്റെ ചാർജ് എത്രയാണ്? 3 × 98 - x പ്ലസ് ഓക്സിജൻ്റെ ചാർജ് -2 അല്ലേ? എത്ര ഓക്സിജൻ ആറ്റംസ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 100 ഓക്സിജൻ ആറ്റംസ് ആസ് പെർ ദി കെമിക്കൽ ഫോർമുല Ni 0.98 O1.00. അതിൽ നിന്നാണ് നമ്മൾ 100 എന്നുള്ളത് എടുത്തത് അല്ലേ? അപ്പം ഈക്വൽ ടു 0 നമ്മൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്തു. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, 2x + 294 - 3x - 200 = 0. x = 94 നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ Ni2+ൻ്റെ എണ്ണം 94 എന്ന് കിട്ടും. അപ്പോൾ Ni3+ൻ്റെ എണ്ണം എത്രയായിരിക്കും? 98 - 94 4 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് അയോൺസ് ഓഫ് Ni2+ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, അങ്ങനെയല്ലേ ഫ്രാക്ഷൻ കിട്ടുന്നത്? അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ കിട്ടി. Ni2+ 0.96 എന്നും കിട്ടി, Ni3+ 0.4 എന്നും കിട്ടി. സോളിഡ്സിലെ കണ്ടക്ടിവിറ്റിയുടെ ഡിഫറൻസസ് വെച്ചിട്ട് നമുക്ക് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്ന് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നതിൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് 10⁴ to 10⁻⁷ Ohm⁻⁻1 m⁻⁻1. ഇതിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്. 104 എന്നാണ് അവിടെ വന്നിരിക്കുന്നത്, ശരിക്കും 10⁴ ആണ് കേട്ടോ. അത് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. 10⁻⁷ 10⁴ to 10⁻⁷ എന്നാണ് അതിൻ്റെ റേഞ്ച്, നോട്ട് 104. അതുപോലെ ഇൻസുലേറ്റേഴ്സിൻ്റെ റേഞ്ചും 10⁻⁻20 to 10⁻⁻10 ആണ് കേട്ടോ. സെമി കണ്ടക്ടേഴ്സ് 10⁻⁻6 to 10⁻⁴. ഇങ്ങനെയാണ് റേഞ്ച്. സോ മേക്ക് ദാറ്റ് ചേഞ്ചസ്. അപ്പോൾ ഇത് മനസ്സിലായി. ഇനി ബാൻഡ് തിയറിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി ബാൻഡ് തിയറി ഓഫ് കണ്ടക്ഷൻ. അപ്പോൾ ഈ ബാൻഡ് തിയറിയൊക്കെ നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവണം. ഇനി അത് ഓർത്തെടുക്കാനായിട്ടോ ഇനി വായിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യം വരരുത് കേട്ടോ. ഇപ്പം തന്നെ അത് മനസ്സിലാക്കിക്കൊള്ളണം. ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവണം. ബാൻഡ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക് കണ്ടക്ഷനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മളിപ്പോൾ ബാൻഡ് തിയറി പഠിക്കാൻ പോകുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ദിസ് ബാൻഡ് തിയറി, an atom has got valence band and beyond the valence band there is another band called conduction band. ഇത് വാലൻസ് ഷെല്ലിനെ കുറിച്ച് നമുക്കറിയാലോ. അപ്പോൾ ആ വാലൻസ് ഷെല്ലിനെയാണ് ഇവിടെ വാലൻസ് ബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു എനർജി ലെവലാണല്ലോ. അപ്പോൾ ഈ എനർജി ലെവൽ വാലൻസ് ഷെല്ല് കഴിഞ്ഞാൽ അതിനൊരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കണ്ടക്ഷൻ എനർജി ലെവൽ. ഇപ്പോൾ മെറ്റൽസിൻ്റെ കേസിൽ ഒരു ആറ്റത്തിലെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതായത് അധികം ഡിഫറൻസ് ഒന്നുമില്ല, എനർജി ഗ്യാപ്പ് ഒന്നുമില്ല, ഓൾമോസ്റ്റ് ഓവർലാപ്പിംഗ് ആണ്. അപ്പം അതുകൊണ്ട് ഒരു ഇലക്ട്രിക്കൽ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ
electrons from the valence band can easily move to the conduction band. Conduction bandil എത്തിക്കഴിഞ്ഞാൽ the metal will conduct electricity. മനസ്സിലായല്ലോ? In the case of semiconductors, there is a small gap. ഉണ്ടോ? സെമികണ്ടക്ടേഴ്സിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ബാൻഡ് ഗ്യാപ്പ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എനർജി കിട്ടിയെങ്കിലേ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറൊക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇൻസുലേറ്റേഴ്സിൻ്റെ ബാൻഡ്സ് നോക്കും, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും നോക്കും. എനർജി ഗ്യാപ്പ് ഇസ് സോ ഹ്യൂജ്. അപ്പോൾ നമ്മൾ എത്ര എനർജി കൊടുത്താലും വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇൻസുലേറ്റേഴ്സിൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടക്കില്ല. അപ്പോൾ ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, ഈ പിക്ചർ വരയ്ക്കുക. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. മനസ്സിലായല്ലോ? ഇൻ ദി കേസ് ഓഫ് ബാൻഡ് തിയറി, അക്കോർഡിംഗ് ടു ബാൻഡ് തിയറി അങ്ങനെ പറയാം, അക്കോർഡിംഗ് ടു ബാൻഡ് തിയറി the atom has got a valence band and beyond the valence band it has got a conduction band. In the case of metals, there is no energy gap, or the energy gap between the conduction band and the valence band is very small, so that electrons can easily move to the conduction band and conduct electricity. In the case of semiconductors, the energy gap between the valence band and the conduction band is little more larger than in the case of conductors. So it needs some energy, that is when the temperature is increased, semiconductors will conduct electricity to a small extent. ഭയങ്കര കണ്ടക്ഷൻ ഒന്നുമില്ല, ചെറിയൊരു കണ്ടക്ഷനേ ഉള്ളൂ. In the case of insulators, there is a very large gap between the valence band and the conduction band. It is often known as forbidden gap എന്നും പറയാറുണ്ട്. ഇൻസുലേറ്റേഴ്സിലെ ആ ബാൻഡ് ഗ്യാപ്പിനെ ഫോർബിഡൻ ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. Because the electrons cannot move to the conduction band. Understood? അപ്പോൾ ഇതാണ് ആൻസർ. What are semiconductors? What are intrinsic semiconductors? What are extrinsic semiconductors? Doping. അങ്ങനെ 3 ചോദ്യങ്ങൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 3-നുള്ള ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. Semiconductors are group 14 elements, namely silicon, germanium, etc. They conduct electricity to a small extent. ചെറിയൊരു എക്സ്റ്റെൻറ്റിൽ അവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഉത്തരം കിട്ടിയല്ലോ. സെമി കണ്ടക്ടേഴ്സ് ആർ ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ലൈക്ക് സിലിക്കൺ ആൻഡ് ജെർമേനിയം. ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ടു എ സ്മോൾ എക്സ്റ്റെൻറ്റ്. ദീസ് സെമി കണ്ടക്ടേഴ്സ് ആർ നോൺ ആസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ബട്ട് സിൻസ് ദേ ഹാവ് വെരി ലോ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ, ഇറ്റ് ഈസ് നോട്ട് ഓഫ് എനി പ്രാക്ടിക്കൽ യൂസ്. ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു യൂസിന് നമുക്ക് ഉപകരിക്കില്ല, ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് മാറ്റും. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യും. ഈ സെമി കണ്ടക്ടേഴ്സിൽ ചില ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യും. ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ കൂടും, നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. അതാണ് എക്സ്ട്രിൻസിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടേമും കൂടെ ടീച്ചർ പറഞ്ഞായിരുന്നു അല്ലേ. ദി പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ആൻ ഇംപ്യൂരിറ്റി ടു ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ടു മേക്ക് ഇറ്റ് ആൻ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ സോ ആസ് ടു ഇൻക്രീസ് ദി കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇസ് നോൺ ആസ് ഡോപ്പിംഗ്. അപ്പോൾ ഡോപ്പിംഗ് എന്താണ്? ഡോപ്പിംഗ് ഇസ് ദി പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ആൻ ഇംപ്യൂരിറ്റി to an intrinsic semiconductor to increase its electrical conduction എന്ന് പറഞ്ഞാലും മതി. മനസ്സിലായോ? അപ്പോൾ അതാണ് ഡോപ്പിംഗ്. അപ്പോൾ ഇങ്ങനെയാണ് ഇനി ഡോപ്പിംഗ് ചെയ്യുന്നത്. ഡോപ്പിംഗ് വഴി 2 തരം എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് കിട്ടും. There are 2 types of extrinsic semiconductors. One is the p-type semiconductor and the other is known as the n-type semiconductor. n-type semiconductorനെ ഇലക്ട്രോൺ റിച്ച് സെമികണ്ടക്ടർ എന്നും പറയും. p-type സെമികണ്ടക്ടറിനെ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സെമികണ്ടക്ടർ എന്നും പറയും. ഇത് നിങ്ങൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ n-type സെമികണ്ടക്ടറും p-type സെമികണ്ടക്ടറും എന്താണെന്ന് വളരെ ചുരുക്കി പറയാം. ഇതും ചിലപ്പോൾ ചോദിക്കാം. വാട്ട് ആർ p-type ആൻഡ് n-type സെമികണ്ടക്ടേഴ്സ്? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം. n-type semiconductors or electron rich semiconductors are formed when group 14 elements are doped with
ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ്. ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ് കൊണ്ട് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സിനെ ഡോപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സിനെ പറയുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഓർ ഇലക്ട്രോൺ റിച്ച് സെമി കണ്ടക്ടേഴ്സ്. ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആർ സെമി കണ്ടക്ടേഴ്സ് വിച്ച് ആർ ഫോംഡ് ബൈ ഡോപ്പിംഗ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് വിത്ത് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ്. മനസ്സിലായല്ലോ. ഇനി എക്സാമ്പിൾസ്, രണ്ടുപേരുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ ടൈപ്പ് ജെർമേനിയം ഡോപ്ഡ് വിത്ത് ഫോസ്ഫറസ്. സെക്കൻഡ് എക്സാമ്പിൾ പി ടൈപ്പ് ജെർമേനിയം ഡോപ്ഡ് വിത്ത് ബോറോൺ, അലൂമിനിയം എക്സെട്ര. ഫിഗർ കണ്ടല്ലോ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസ് ആണ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺ. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. ഇവിടെ ചില കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ളത്, ബോർ മാഗ്നറ്റോൺ, ഇഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെന്റ്, അതിൻ്റെ യൂണിറ്റ് ബോർ മാഗ്നറ്റോൺ ആണ്, ഇഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെന്റ്. And 1 Bohr magneton is equal to 9.27 into 10 raised to minus 24 ആണ് കേട്ടോ. അത് 10 raised to minus 24 ആംബിയർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അതാണ് വാല്യൂ. ഇനി ഈ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡിഫറൻസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 5 ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് സോളിഡ്സ് ഉണ്ട്. വി വിൽ ലേൺ ഈച്ച് വൺ ഓഫ് ദം. പരീക്ഷയ്ക്ക് ഒന്നെങ്കിൽ എല്ലാം കൂടെ ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടുമൂന്നെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയും. ചിലപ്പോൾ അവരുടെ സ്പിന്നൊക്കെ കാണിച്ചിട്ട് ഇത് ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 5 എണ്ണത്തിനെ കുറിച്ച് ഇതുപോലെ ബ്രീഫായിട്ട് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ എഴുതുക. ഫസ്റ്റ് വൺ, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് arises due to the presence of unpaired electrons. Examples: O2, Cu2 plus Fe3 plus. They are weakly attracted to magnetic field. മനസ്സിലായല്ലോ. ഇനി diamagnetic substances, they are weakly repelled in a magnetic field. They do not have any unpaired electrons. അവർക്ക് paired ആയിട്ടുള്ള ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ NaCl, വാട്ടർ ബെൻസീൻ. അവിടെയൊക്കെ സോളിഡ് സ്റ്റേറ്റ് കേട്ടോ. വാട്ടർ ബെൻസീൻ എന്നൊക്കെ പറയുമ്പോൾ അവർ ലിക്വിഡ്സ് അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ സോളിഡ് സ്റ്റേറ്റിലുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡയാമാഗ്നറ്റിക് ആണ്. മനസ്സിലായോ. ഇനി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇത് ടീച്ചർ ഒരുമിച്ച് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിലെല്ലാം ഇവരുടെ 3 പേരുടെയും മെറ്റൽ ആറ്റംസ് ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഡൊമെയിൻസ് ആയിട്ട്. ദേ ആർ അറേഞ്ച്ഡ് ഇൻ ഡൊമെയിൻസ്. ഈ ഡൊമെയിൻസിൽ അൺമാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ അവർ ഹഫസാർഡായിട്ട് തോന്നിയ പോലെ ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. പക്ഷെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ എല്ലാ ഈ ഡൊമെയിൻസും മാഗ്നറ്റിക് ഫീൽഡിനോട് അലൈൻഡ് ആയിട്ട് മാറും. സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് അട്രാക്ഷൻ ആണ് അവർക്കുള്ളത്, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. എക്സാമ്പിൾ Fe, കൊബാൾട്ട്, നിക്കൽ, ക്രോമിയം, ഗഡോളീനിയം, ക്രോമിയം ഡയോക്സൈഡ് എക്സെട്ര. ഇനി ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയുമ്പോൾ അവരും റീജിയൻസ്, ഡൊമെയിൻസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഡൊമെയിൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെറ്റൽ ആറ്റംസ് ഒന്ന് പാരലലും ഒന്ന് ആന്റി പാരലൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്യുക മാഗ്നറ്റിക് ഫീൽഡിൽ. ടീച്ചർ ചിത്രം കാണിച്ചു തരാം. അപ്പം അങ്ങനെ പാരലൽ ആൻഡ് അൺപാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഈക്വൽ നമ്പർ ഓഫ് പാരലൽ ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് ആന്റി പാരലൽ ഡയറക്ഷൻസിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അവരുടെ മാഗ്നറ്റിസം 0 ആയി പോകില്ലേ. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് വിൽ ബി 0 ഫോർ ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. എക്സാമ്പിൾ മാംഗനീസ് ഓക്സൈഡ്. ഇനി ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാരലൽ ആൻഡ് ആന്റി പാരലൽ ഡൊമെയിൻസ് വിൽ ബി അൺഈക്വൽ. അൺഈക്വൽ ആകുമ്പോൾ ഒരു ഇഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും അല്ലേ. അപ്പം അതാണ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അവരെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരവരുടെ ആ മാഗ്നറ്റിസം നഷ്ടപ്പെടും, ഫെറി മാഗ്നറ്റിസം നഷ്ടപ്പെട്ടിട്ട് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. എക്സാമ്പിൾ മാഗ്നറ്റൈറ്റ്, മെഗ്നീഷ്യം ഫെറൈറ്റ്, സിങ്ക് ഫെറൈറ്റ് എക്സെട്ര. ഇനി ഒരു ഡയഗ്രം കാണിച്ചു തരാം. ഈ ഡയഗ്രം ചിലപ്പോൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറയും. കണ്ടോ, അലൈൻമെന്റ് ഓഫ് ഡൊമെയിൻസ്.
ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ എല്ലാ ഡൊമെയിൻസും അപ്സ്പിനായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നുണ്ടോ, ഒരേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്തിരിക്കുന്നു. ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിൽ നിങ്ങൾക്ക് പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ അപ്സ്പിന്നും ഡൗൺ സ്പിന്നും ആയിട്ട് കാണാം. പക്ഷേ എണ്ണം നമ്പർ ഓഫ് അപ്സ്പിൻ വിൽ ബി ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഡൗൺ സ്പിൻ. പക്ഷേ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസിലോ നമ്പർ ഓഫ് അപ്സ്പിൻ ഇസ് നോട്ട് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഡൗൺ സ്പിൻ. ഉണ്ടോ, 4ഉം 2ഉം അല്ലേ? മനസ്സിലായോ? ഇത് 1 2 3 4 അപ്സ്പിൻ ഉണ്ട്, പക്ഷേ 2 ഡൗൺ സ്പിന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ 1 2 3 അപ്സ്പിൻ 1 2 3 ഡൗൺ സ്പിൻ. അത് ക്യാൻസൽ ആയിപ്പോയി. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ യൂണിറ്റ് കംപ്ലീറ്റ് നോട്ട്സും ടീച്ചർ പറഞ്ഞു. അതിൽ നിന്നൊക്കെ വരാവുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു. ഇനി 2018, 19, 20 നമ്മുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ടീച്ചർ വായിക്കാം. ഇഫ് n സ്ഫിയേഴ്സ് ആർ there in a closed packing, what is the total number of tetrahedral and octahedral voids present in it? n സ്ഫിയേഴ്സ് ഒരു ക്ലോസ് പാക്കിങ്ങിൽ ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സും ഒക്ടാഹീഡ്രൽ വോയിഡ്സും എത്രയാണെന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഉത്തരം? n ആണ് നമ്പറെങ്കിൽ, പാർട്ടിക്കിൾസിന്റെ എണ്ണം n ആണെങ്കിൽ 2n ആയിരിക്കും ടെട്രാഹീഡ്രൽ വോയിഡ്സ്, n ആയിരിക്കും ഒക്ടാഹീഡ്രൽ വോയിഡ്സ് നമുക്കറിയാലോ. അപ്പോൾ 2n plus n എത്രയായിരിക്കും? 3n will be the total number of particles. ആൻസർ കിട്ടിയല്ലോ. ഇനി 2019 നോക്കാം. 2019 മെയിൻ എക്സാമിന് മാർച്ചിലെ എക്സാമിൽ ഫോക്കസ് ഏരിയയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. സേ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ഇസ് കോൾഡ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഉണ്ട്. സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്നാണ് ചോദ്യം കേട്ടോ. ലാറ്റിസ് പോയിന്റ്, ബ്രവേസ് ലാറ്റിസ്, സ്പേസ് ലാറ്റിസ്, യൂണിറ്റ് സെൽ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? യൂണിറ്റ് സെൽ അല്ലെ? ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി 2020 നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാറ്റിസസ് ഹാസ് ദി ഹയസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി? പാക്കിംഗ് എഫിഷ്യൻസി നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ല, പക്ഷെ നമ്മൾ ചിലതിൻ്റെയൊക്കെ പാക്കിംഗ് എഫിഷ്യൻസി പഠിച്ചത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമുണ്ട്. സിമ്പിൾ ക്യൂബിക് ഓപ്ഷൻസ് ആണ്. എ സിമ്പിൾ ക്യൂബിക്, ബി ബോഡി സെൻറ്റേർഡ്, സി ഫേസ് സെൻറ്റേർഡ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, സിമ്പിൾ ക്യൂബിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി 52.4 ആണ്. ഫേസ് സെൻറ്റേർഡിൻ്റെ 74% ആണ്. അത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? CCP-നെ മറ്റൊരു പേര് വിളിക്കുന്നത് FCC എന്നാണ്. ഫേസ് സെൻറ്റേർഡ് അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി 74% ആണ്. ഇനി ബോഡി സെൻറ്റേർഡിൻ്റെ 68% ആണ് പാക്കിംഗ് എഫിഷ്യൻസി. സിമ്പിൾ ക്യൂബിൻ്റെ 52.4, ഫേസ് സെൻറ്റേർഡിൻ്റെ 74%, ബോഡി സെൻറ്റേർഡിൻ്റെ 68%. അപ്പോൾ ഇതിൽ ആർക്കാണ് ഏറ്റവും ഹയസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി ഉള്ളത്? ഫേസ് സെൻറ്റേർഡിന് 74%. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് റെലവൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഫോക്കസ് ഏരിയ എന്നുള്ളത്. ബാക്കി വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ടീച്ചർ ഈ PDF ആയിട്ട് ഇതിൻ്റെ അവസാനം ഇട്ടിട്ടുണ്ട്. അതൊക്കെ ആൻസർ ചെയ്ത് നോക്കുക. മിക്കവാറും ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത നോട്ടും PDF ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ വിൻഡോയിൽ നിന്ന് കിട്ടും കേട്ടോ. wordpress.com എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് ഒരു യൂണിറ്റേ ഇന്ന് ചെയ്തിട്ടുള്ളൂ. 2-3 വീഡിയോസും കൂടെ നിങ്ങൾക്ക് ഈ ആഴ്ച തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. എല്ലാ യൂണിറ്റ്സും നമ്മൾ മോഡൽ എക്സാമിന് മുൻപ് കവർ ചെയ്തിരിക്കും. ഡോണ്ട് വറി. ഓക്കെ, കീപ് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.